ഇപ്പം ഇവിടെ ഞാൻ പിന്നെ നിൽക്കുന്ന എന്ത് റോളിലാണെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല. ഇപ്പം ഇവരാണ് തീരുമാനിക്കുന്നത്. ഇവരത് സ്വാഗതം എന്ന് പറയും, അത് പറയും, ഇങ്ങനെ പറയും, ചുരുക്കപ്പെടുന്ന ആകെ കൺഫ്യൂസ്ഡാണ്. അപ്പോൾ ഐ മീൻ ജോക്സ് അപ്പാർട്ട്, ഞാൻ ഇന്നത്തെ നമ്മളിവിടെ കൂടിയിരിക്കുന്നത് മെയിനായിട്ട് എൻ്റെ ഭാര്യയുടെ ഫെയർവെൽ ഫങ്ഷനാണ്. അപ്പോൾ നാച്ചുറലി എൻ്റെ റോൾ എന്ന് പറയുന്നത് ഒരു ഗസ്റ്റ് ആർട്ടിസ്റ്റിൻ്റെ റോളാണ് ശരിക്കും നോക്കണമെങ്കിൽ. അഫ്കോഴ്സ് മോഹൻലാലും ഗസ്റ്റ് ആർട്ടിസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ, അത് പറഞ്ഞ കാര്യം. അപ്പോൾ അങ്ങനെ അപ്പോൾ ഹാവിങ് സെഡ് ദാറ്റ്, ബിക്കോസ് ദ ഫോക്കസ് ഈസ് ഓൺ ഹർ ദിസ് തിങ്, അത് അങ്ങനെ തന്നെ ഇരിക്കേണ്ടത്. അപ്പോൾ ഇതിൽ ശരിക്കും നോക്കണമെങ്കിൽ നമ്മുടെ ISRO ക്രൗഡാണ് കൂടുതൽ, സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി ഹിയർ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എനിക്ക് പലരെയും എനിക്ക് അത്ര അടുത്തറിയത്തില്ല, അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇതോ കുറച്ച് ആൾക്കാരെ നന്നായിട്ട് അറിയുകയും ചെയ്യാം, വീട്ടിലേക്ക് വന്നിട്ടുള്ളവർ, റാവു, ജയേഷ്, അങ്ങനെ ശോഭ, അങ്ങനെ പലരൊക്കെ നന്നായിട്ട് അറിയാം. എൻ്റെ ഡ്രൈവേഴ്സ് എനിക്കൊക്കെ എനിക്കറിയാം, ജസ്റ്റിൻ, സജി, അവരൊക്കെ. ബട്ട് ബഹുഭൂരിപക്ഷം ആൾക്കാരെ എനിക്ക് അടുത്ത് നല്ല പരിചയമില്ല. പക്ഷേ അതിന് വേറെ കാര്യം കൂടെ ഉണ്ട്. എൻ്റെ ഭാര്യ എന്ന് വെച്ചാൽ ഓഫീസിലത്തെ കാര്യമൊന്നും എന്നോട് പറയാറില്ല, ഞാൻ അങ്ങോട്ട് ചോദിക്കാറുമില്ല, അവർ ഇങ്ങോട്ട് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവത്തുമില്ല. ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറയാറുമില്ല, എൻ്റെ ഓഫീസ് കാര്യം. അവിടുത്തെ എന്നോട് ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ചുരുക്കം സിനാരിയോ ഇസ് വെരി ക്ലിയർ, മനസ്സിലായി, യാതൊരു കമ്മ്യൂണിക്കേഷൻ അത്ര ഭംഗിയായിട്ട് പോകുന്ന. പക്ഷേ ഇതെല്ലാം പറഞ്ഞാലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പല ആൾക്കാരുടെ കാര്യമൊക്കെ പറയും. എനിക്ക് ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, ഞാൻ നിങ്ങളുടെ APP ഡേ അതിന് ഞാനൊരു 3-4 തവണ ഞാൻ വന്നിട്ടുണ്ട്. പലപ്പോഴും എന്നെ വിളിക്കും, കാരണം അത് വേണമെങ്കിൽ വാന്നുള്ള പറ്റില്ല വിളിക്കുന്നത്, അപ്പോൾ ഞാൻ കാര്യമാക്കാറില്ല. പക്ഷെ ചില അഫ്കോഴ്സ് ലാസ്റ്റ് 2 years ആയിട്ട് നടന്നിട്ടില്ലെന്ന് തോന്നുന്നു. അതിന് മുമ്പ് ഞാൻ ഒരു പോയിട്ടുണ്ട്. അപ്പോൾ അന്ന് എനിക്ക് ഒരു കാര്യം തോന്നിയത്, ദ എമൗണ്ട് ഓഫ് ലവ് ആൻഡ് അഫെക്ഷൻ, സ്നേഹം നിങ്ങളുടെ ആൾക്കാർ ISRO ഫ്രെറ്റാനിറ്റി അവിടെ പുള്ളിക്കാരത്തേക്ക് കൊടുക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും I was really appreciating, to be very honest. അതായത് പല ഡിഫറെൻറ്റ് പോയിന്റ്സ് ഓഫ് ടൈം ഒരു 4-5 പേര് കൂടെ നടക്കുക, ഈ ഉമ്മൻചാണ്ടിയൊക്കെ നടക്കുന്ന പോലെ ഒരു 4-5 പേര് എപ്പോഴും കൊടുക്കുക. അത് കട്ടിങ് അക്രോസ് ഓൾ ഡിപ്പാർട്ട്മെന്റ്സ്, കട്ടിങ് അക്രോസ് ഓൾ സെക്ഷൻസ് എല്ലാവരും. അപ്പോൾ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കി ആ ഒരു ദ വാംത്ത് ദാറ്റ് ഈസ് ബീങ് poured on her by the colleagues of the APP thing, എനിക്ക് വളരെ ടച്ചിങ് ആയിട്ട് തോന്നി. ഇറ്റ് വാസ് വെരി ഫാന്റാസ്റ്റിക്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. അത് ആ ഒരു പശ്ചാത്തലത്തിലും അത് ഇരിക്കും. ഇപ്പം ഇങ്ങനത്തെ ഇപ്പം ധർമ്മരാജ് പറഞ്ഞ പോലെ ഈ റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ ഒന്നും നമുക്ക് സെൽഫ് എംപ്ലോയിഡ് ആകുമ്പോൾ അങ്ങനത്തെ ഒരു യോഗമില്ല. പിന്നെ രണ്ടാമത്തെ എൻ്റെ ഏർലി പാർട്ട് ഓഫ് മൈ കരിയർ, ഇപ്പോൾ 10 years ഇൻ കോർപ്പറേറ്റ് കരിയർ, അന്നൊന്നും ഇങ്ങനത്തെ രീതിയിലില്ല. കൊണ്ടാക്കും, വീട്ടിൽ കൊണ്ടാക്കും, ഇങ്ങനത്തെ നമുക്കൊരു അവസരമില്ല. ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ അവസരമുണ്ട്. അപ്പോൾ ഇങ്ങനൊരു അവസരം നമുക്ക് എല്ലാവരെയും വിളിക്കാം. അപ്പം ഞാൻ വളരെ ആവേശത്തോടു കൂടിയാണ് ഞാൻ ഈ കാര്യം ദൗത്യമായിട്ട് എടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗസ്റ്റ് ആർട്ടിസ്റ്റ് പറഞ്ഞ പോലെ ഈ സംഗതി ഇത് മാറിയപ്പോൾ എനിക്കൊരു അവസരം, എന്താ പറയുക, നമുക്ക് ഇത്രയും സ്നേഹം കാണിക്കുന്ന അറ്റ്ലീസ്റ്റ് നമുക്ക് ഒത്തുചേരാനൊരു അവസരം ഉണ്ടല്ലോ. അപ്പോൾ അത് എനിക്ക് വളരെ ഞാൻ സന്തോഷത്തോടുകൂടിയും ആഹ്ലാദത്തോടുകൂടിയും വിത്ത് ഫുൾ ഓഫ് എൻതൂസിയാസമാണ് ഞാൻ ഇപ്പോൾ ഈ ഓരോ നിമിഷവും ഞാൻ ഇവിടെ ചിലവാക്കുന്നത്. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ റെസ്പെക്ട് ഐ ഹാവ് ടുവേഴ്സ് ISRO. ഞാൻ നിങ്ങൾക്കുണ്ടാവുന്ന ആ ഓരോ ഫെസിലിറ്റീസ്, അതായത് എടുത്തു പറയാനുണ്ടെങ്കിൽ ഒരു ട്രാൻസ്ഫർ, ഉദാഹരണം ഒരു ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളായിട്ട് ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നത്, എനിക്ക് ഇന്റേണൽ നിറ്റിക്കിറ്റീസ് എനിക്കറിയില്ല. സാധാരണ നമ്മൾ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്താൽ മാത്രമേ ഒരു ട്രാൻസ്ഫർ ചോദിക്കാറുള്ളൂ, അല്ലാണ്ട് ട്രാൻസ്ഫർ ചെയ്യാറില്ല. ഇവിടെ തന്നെ പല ആൾക്കാരുടെയും സ്പൗസസ് പല സ്ഥലത്തും വർക്ക് ചെയ്യുന്നുണ്ടാവും, ബാങ്ക്സിലും മറ്റേതും കാര്യമൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവും. അവർക്കൊക്കെ എപ്പോഴാണ് ട്രാൻസ്ഫർ വരുന്നത് പറയാൻ പറ്റില്ല. ട്രാൻസ്ഫർ ക്യാൻ ബി ഫ്രം എനിവേർ, ചാലക്കുടി ടു ഗഹൗട്ട് വരെ ആവാം. അപ്പോൾ ആ അൺസർട്ടനിറ്റിയിൽ വേണം ഒരു ഫാമിലി കയറ്റി കൂട്ടാനായിട്ട്. അങ്ങനത്തെ ഒരു ഇത്
ഇവിടെ ഇല്ല. രണ്ടാമത്, നിങ്ങളുടെ മെഡിക്കൽ ഫെസിലിറ്റീസ് എന്ന് വെച്ചാൽ ഒരു ബിയോണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ കാട്ടിൽ ഒരുപാട് ആഡഡ് ഫീച്ചേഴ്സ് ആയിട്ടുള്ള മെഡിക്കൽ ഫെസിലിറ്റീസാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനും അത് കുറച്ച് അനുഭവിച്ചിട്ടുണ്ട് അക്കാര്യത്തിൽ. ആ ഫെസിലിറ്റി എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ അതുപോലെ നിങ്ങളുടെ ഗസ്റ്റ് ഹൗസ് ഫെസിലിറ്റീസ് ഈവൻ ആഫ്റ്റർ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് ടിൽ ദ എൻഡ് ഓഫ് യുവർ ലൈഫ് നിങ്ങൾക്ക് ഗസ്റ്റ് ഹൗസ് ഫെസിലിറ്റീസ് അക്രോസ് ഇന്ത്യ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതൊക്കെ വളരെ ചുരുക്കം ഓർഗനൈസേഷൻസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ ഞാൻ മനസ്സിലാക്കുന്നതിൽ. അപ്പോൾ ISROയിൽ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബ്ലെസ്ഡ് ആയിട്ട് കണക്കാക്കണം. എൻ്റെ വൈഫ് ചില സ്ഥലത്ത് ക്ഷീണിച്ചിരിക്കുമോ രാവിലെ നാളെ ഓഫീസിൽ പോകും നമ്മൾ അങ്ങനെ പറയരുത്. ബിക്കോസ് ഈ ഓർഗനൈസേഷൻ നമ്മൾ എത്ര ദൂരം ഹൗ വെൽ ദേ ടേക്ക് കെയർ ഓഫ് അത് ഇതിനെ നമ്മൾ ഓരോ നിമിഷവും, ബിക്കോസ് ഞാനൊരു കാര്യത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യനാണ്. എല്ലാ കാര്യത്തിലും എന്ത് ഉണ്ടെന്ന് നോക്കുക. സീ ഹാഫ് എം ടി കോൺസെപ്റ്റ് ഉണ്ടല്ലോ. എന്തില്ല, എല്ലാ കാര്യം ഇല്ല, എന്തുകൊണ്ട് നോക്കാം, എന്തുണ്ട്, എന്ത് സന്തോഷം. അത് അത്രയും ഒരു സന്തോഷം തരുന്ന ഓർഗനൈസേഷനാണ് ഈ ISRO എന്ന് ഞാൻ ആസ് ആൻ ഔട്ട്സൈഡർ ഞാൻ ആ ഔട്ട്സൈഡറിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ISRO ഞാൻ ഒന്നുകൂടി പറയുകയാണെങ്കിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് ഇത്രയും ആൾക്കാർ വന്നതിലും. മാത്രമല്ല ഈ ഹോസ്പിറ്റാലിറ്റിയുടെ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു. ഞാനിപ്പോൾ ശ്രീഹരിക്കോട്ടയിൽ പോയി. അവിടെ പോയപ്പോൾ ദി എമൗണ്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി അവർ തരുന്നത് ഞങ്ങളൊക്കെ എന്താ കാര്യം ഒരു പുള്ളിക്കാരത്തെ അറിയാമായിരിക്കാം. ബട്ട് അത്രയും ടുക്ക് കെയർ ഓഫ് us വെരി വെൽ. ഞാനും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയിട്ട് ഐ വാസ് റിയലി ടച്ച്ഡ് ബൈ ദാറ്റ്. പിന്നെ ഞങ്ങൾ ഇവിടെ ബാക്കി ISRO അല്ലാതെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഞങ്ങളുടെ റിലേറ്റീവ്സ്, എക്സ്റ്റെൻഡഡ് റിലേറ്റീവ്സ് ആൻഡ് വെരി ക്ലോസ് ഫ്രണ്ട്സ്. ഈ വെരി ക്ലോസ് ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ യു ക്യാൻ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്, ദേ വിൽ ഓൾവേസ് ബി വിത്ത് യു, നമ്മുടെ കൂടെ ഉണ്ടാവും. അല്ലാതെ ഉള്ള എക്സ്റ്റെൻഡഡ് റിലേറ്റീവ്സും ബാക്കിയുള്ള സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് നമ്മളുടെയൊക്കെ എല്ലാത്തിലും സുഖത്തിലും ദുഃഖത്തിലും നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരാണ് എല്ലാവരും. പലരും ദൂരേന്നാണ് വന്നിരിക്കുന്നത്. ഇപ്പം നിങ്ങളോട് സംസാരിച്ച മിസ്റ്റർ ധർമ്മ അദ്ദേഹം വയനാട്ടിൽ നിന്ന് വന്നിരിക്കുക, ഇതിനു വേണ്ടി വന്നിരിക്കുകയാണ്. അതുപോലെ വേറെ ആൾക്കാർ, എൻ്റെ ഫ്രണ്ട് തോമസ് കം ഫ്രം തിരുവല്ല, നേരെ വരുന്ന വഴിയാണ്. പിന്നെ അടുത്ത സുഹൃത്തുക്കൾ എല്ലാവരും വന്നിരിക്കുന്നു. അപ്പം അതൊക്കെ ഒരു പിന്നെ എനിക്ക് ഇതിൽ എൻ്റെ അമ്മ, അതുപോലെ എൻ്റെ മദറിൻലോ ഫാദറിൻലോ ഇവരെല്ലാം വയസ്സായവരുടെ സാന്നിധ്യത്തിൽ ഇങ്ങനെയൊരു ചേരാൻ പറ്റുന്നത് ഞാനൊരു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു തീർച്ചയായിട്ടും. അപ്പോൾ ഈ എമൗണ്ട് ഓഫ് സപ്പോർട്ട് എൻ്റെ മൈ ഫാമിലി, എക്സ്റ്റെൻഡഡ് ഫാമിലി ആൻഡ് മൈ ഫ്രണ്ട്സ് തരുന്നത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അവരെല്ലാത്തിലും ഉണ്ട്. എനിത്തിങ്ങനെ എവിടത്തും ചേർത്തയാറ് നിങ്ങൾക്ക് അവിടെ അടുത്ത ഫംഗ്ഷൻ വന്ന് എല്ലാം കാണും. അത് കാരണം അവരോട് ഞാൻ നന്ദി പറയുന്നത് വളരെ ഫോർമലായി പോകും. എങ്കിലും ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് വളരെ സ്നേഹമായിട്ട് നിങ്ങൾ ഇത്രയും പേര് വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇനി വെച്ച് നീട്ടുന്നില്ല. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു. We'll have a small cake cutting. I request Amma to come over. ഹേമലതയുടെ അമ്മയാണ് ഞാൻ. ഹേമലതയ്ക്ക് ISROയിൽ ജോലി കിട്ടിയപ്പോൾ വളരെ സന്തോഷമായിരുന്നു. ആദ്യം വിചാരിച്ചത് അവൾക്ക് തിരുവനന്തപുരത്ത് പോസ്റ്റിംഗ് കിട്ടുമെന്നായിരുന്നു. പക്ഷേ മഹേന്ദ്രഗിരിയിലായിരുന്നു പോസ്റ്റിംഗ്. അന്നത്തെ കാലത്ത് പെൺകുട്ടികളെ അങ്ങനെ ഒറ്റയ്ക്ക് വിടുന്ന സമ്പ്രദായം വളരെ കോമൺ ആയിരുന്നില്ല.
അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവളെ മഹേന്ദ്രഗിരിയിൽ കൊണ്ടുവിടുന്നതിൽ വളരെ പേടിയുണ്ടായിരുന്നു. അച്ഛൻ തന്നെ കൂടെ പോയി 2-3 ദിവസം മഹേന്ദ്രഗിരിയിൽ താമസിച്ച് അവിടുത്തെ പരിതസ്ഥിതികളെല്ലാം മനസ്സിലാക്കി, സ്റ്റാഫിനെ എല്ലാം കണ്ട് മനസ്സിലാക്കി എന്നിട്ടാണ് അവിടെ വിട്ടിട്ട് വന്നത്. ഏതായാലും 38 വർഷം ISROയിൽ നല്ലൊരു സ്ഥാനത്തോടു കൂടി ഇരുന്ന് ഇപ്പോൾ ഇന്ന് റിട്ടയർമെൻറ്റ് ചെയ്യുന്നു എന്നതിൽ വളരെ സന്തോഷമുണ്ട്. അവളുടെ ജോലി നല്ലപോലെ ചെയ്ത് അതുപോലെ വീട്ടുകാര്യങ്ങളും അത് എല്ലാം അന്വേഷിച്ച്, ഞങ്ങളുടെ കാര്യങ്ങളും അന്വേഷിച്ച്, എനിക്ക് 4 പെൺമക്കളാണ്, അതിൽ മൂത്ത പുത്രിയാണിത്. ഞങ്ങളുടെ കാര്യങ്ങളും അന്വേഷിച്ച് എല്ലാം നടത്തിക്കൊണ്ടുപോയതിന് വളരെ സന്തോഷം തോന്നുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും ഇന്നിവിടെ എൻ്റെ അമ്മയുടെ ഈ ലൈഫിൽ പ്രത്യേക ഒരു ഇവന്റ് എല്ലാവരും വന്നതിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. സോ ചെറുതിലേ തൊട്ട് അമ്മ ഇപ്പൊ ഓഫീസിലെ കാര്യമാണെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിന്റെ കാര്യമാണെങ്കിലും എല്ലാം ഭയങ്കര ആത്മാർത്ഥതയോടെയും വെരി സിൻസിയർ ആയിരുന്നു. സോ അങ്ങനെ ഷീ മാനേജ് ബോത്ത് ഹർ പ്രൊഫഷണൽ ആസ് വെൽ ആസ് പേഴ്സണൽ ലൈഫ് വെരി വെൽ. അങ്ങനെ ഒരു ദിവസം അങ്ങനെ ഓഫീസിലെ ടെൻഷൻ കാരണം അങ്ങനെ നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒന്നും കാണിച്ചിട്ടില്ല. അപ്പൊ എന്റെ പഠിത്തം തൊട്ടാണെങ്കിലും എല്ലാത്തിലും അമ്മ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം അമ്മ വാട്ട് ഐ ഒബ്സർവ്ഡ് ഇസ് ദാറ്റ് അമ്മയുടെ കൊളീഗ്സ് ആയിട്ടും എല്ലാവരുമായിട്ടും നല്ലൊരു കാമും ഭയങ്കര ഒരു കെയറിങ് പേഴ്സണാലിറ്റി ആയിരുന്നു. ഞങ്ങളിപ്പോ ശ്രീഹരിക്കോട്ടയിലൊക്കെ പോയപ്പോൾ മനസ്സിലായി എല്ലാവരും എത്രത്തോളം അമ്മയുടെ ഇതിനെ കുറിച്ച് പറഞ്ഞു എന്ന്. സോ ഈ ഒരു ഞങ്ങളുടെ ഈ കാലഘട്ടത്തിൽ ഇത് ഇറ്റ്സ് വെരി റെയർ ദാറ്റ് സംവൺ ഈ പ്രൊഫഷണൽ ആസ് വെൽ ആസ് പേഴ്സണൽ ലൈഫ് ഇത്രയും നന്നായിട്ട് മാനേജ് ചെയ്ത് പോകുന്നതിന്. സോ വൺസ് അഗെയിൻ ഇവിടെ ഞങ്ങളുടെ കുടുംബത്തിന്റെ വികാസത്തിൽ അമ്മയ്ക്ക് എല്ലാ വക റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് ഹാപ്പി ആൻഡ് ഇത് ലൈഫ് ആയിക്കോട്ടെ. കുറെ ഡിഫറെന്റ് അമ്മ എന്തൊക്കെ ഈ ഓഫീസ് കാരണം കുറെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കൂടി ഒരു നല്ല റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് നല്ലൊരു സന്തോഷകരമായ ഒരു ലൈഫ് നേരുന്നുള്ളൂ. സോ വൺസ് അഗെയിൻ ഇവിടെ വന്നു ചേർന്ന എല്ലാവർക്കും എൻ്റെ ഫ്രം മൈ ബോട്ടം ഓഫ് മൈ ഹാർട്ട് താങ്ക് യു സോ മച്ച്. നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായ ഹേമയുടെ മാതാപിതാക്കളെ, അതേപോലെ AS നാഥിൻ്റെ മാതാപിതാക്കളെ, ഇവിടെ കൂടിയിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ, നമസ്കാരം. ആദ്യമായി ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. എൻ്റെ പേര് ഇവിടെ പറഞ്ഞു ഗ്രീനി. അതെ, ഞാനല്ല, കേരളത്തിലെ ആദ്യത്തെ DGPയും കേരളത്തിലെ ആദ്യത്തെ IAS ഓഫീസറുമായിരുന്ന ശ്രീ TAS അയ്യരുടെ പേഴ്സണൽ സ്റ്റാഫായിരുന്ന KF ഫ്രാൻസിസിൻ്റെ ഭാര്യയാണ്. അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമായി ഞങ്ങൾ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ തലമുറ തോറുമുള്ള ബന്ധമാണ് ഞങ്ങൾക്കുള്ളത്. എനിക്ക് AS നാഥൻ്റെ വിവാഹം കഴിഞ്ഞ കാലം മുതൽ ഹേമയെ പരിചയമുള്ളതാണ്. ഹേമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ഭാര്യയും അതേപോലെ നല്ലൊരു ഉത്തമയായ ഭാര്യ എന്നതിൽ കഴിഞ്ഞ് നല്ലൊരു അമ്മ, അതേപോലെ തന്നെ കലാകാരി, പിന്നെ എല്ലാവിധ ഗുണങ്ങളുമുള്ളതായിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇതിനെല്ലാം ഉപരിയായി കൂടുതലും പ്രായമുള്ള ആളുകളെ സ്നേഹപൂർവം പരിചരിക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഹേമയുടെ കഴിവ് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ISROയിൽ നിന്നും ഏകദേശമല്ല 38 വർഷത്തെ സർവീസിന് ശേഷം ഹേമ മെയ് 31 വിരമിക്കുകയാണല്ലോ. ഈ അവസരത്തിൽ ഹേമയ്ക്ക് ആശംസകൾ നേരുകയാണ് ഞാൻ. പക്ഷേ വിശ്രമ ജീവിതം ഞാൻ ഒരിക്കലും ആശംസിക്കുകയില്ല.
കാരണം എന്താണെന്നോ, നമ്മൾ ജോലി ചെയ്യുന്ന അവസരത്തിൽ പലപ്പോഴും നമുക്ക് പല കാരണങ്ങൾ പറഞ്ഞ് ലീവ് എടുത്ത് പല കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാം. കുടുംബജീവിതത്തിലായാലും സാമൂഹ്യ പ്രവർത്തനത്തിലായാലും മറ്റേത് തുറയിലായാലും. എന്നാൽ ഈ വിശ്രമ ജീവിതം ആശംസിക്കില്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം അത് മാത്രമാണ്. ഇനിയും ഞാൻ ഹേമയ്ക്ക് ആശംസിക്കുന്നത് കർമ്മനിരതമായ ഒരു ജീവിതമാണ്. ആ കർമ്മനിരതമായ ജീവിതത്തിലൂടെ ഹേമയ്ക്ക് പല കാര്യങ്ങളും പലതിലും ഉൾപ്പെടേണ്ടതായിട്ടും വരും, അതേപോലെ തന്നെ പലതും ചെയ്യേണ്ടതായിട്ടും വരും. അല്ലാതെ നമ്മൾ വിശ്രമ ജീവിതം മാത്രമാണ് ചിന്തിക്കുന്നതെങ്കിൽ പലപ്പോഴും നമ്മുടേതായിട്ടുള്ള സ്നേഹബന്ധങ്ങളും അതേപോലെ തന്നെ ആരോഗ്യവും നഷ്ടപ്പെടും. അത് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നാം എപ്പോഴും കർമ്മനിരതരായിരിക്കണം. ഇനി ഞാനും ഫ്രാൻസിസും ഹേമയുടെ ഭാവി ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം ഇങ്ങനെ ഒരു അവസരം നൽകിയ ശ്രീ AS നാഥിന് നന്ദിയും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഹേമലത മാഡമിൻ്റെ ഏറ്റവും എടുത്തു പറയത്തക്ക ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് വളരെ ലോങ് സ്റ്റാൻഡിങ് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും എടുത്തു പറയത്തക്ക ക്യാരക്ടറിസ്റ്റിക്സ്. അതിന് അടുത്ത ഒരു ഫ്യൂച്ചർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോടും ദേഷ്യപ്പെടില്ല, ആരെക്കുറിച്ച് ഒരു ദുഷിച്ച് പറയില്ല. തീർച്ചയായും ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ് അവരെ വളരെയധികം എടുത്തു കാണിക്കത്തക്ക രീതിയിലുള്ള ഒരു പേഴ്സണാലിറ്റി ആക്കി മാറ്റുന്നത്. ഇവിടെ അസംബിൾ ആയിരിക്കുന്ന ഇത്രയും ആൾക്കാരുടെ ഗ്യാതറിങ്ങിന് ഇത്രയും മഴയും ഈ ട്രാഫിക് കൺജഷനും എല്ലാത്തിനെയും അതിജീവിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തന്നെ ആ മാഡമിനോടുള്ള ആ റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു മെൻറ്റാലിറ്റി ഉള്ളത് കൊണ്ട് മാത്രമാണ്. തീർച്ചയായും മാഡമിൻ്റെ 38 വർഷത്തെ ആ സർവീസിൽ ഇവിടെ ഇല്ലാതിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ജസ്റ്റ് മഹേന്ദ്രഗിരിയിലെ ഒരു 3-3.5 വർഷത്തെ ആ സർവീസിലെ ആൾക്കാർ മാത്രമായിരിക്കും. അതർവൈസ് VSSCയിലെയും APEPയിലെയും ഓൾമോസ്റ്റ് എല്ലാവരെയും ഇവിടെ തന്നെ ഉണ്ട്. ഇനി ഇതുപോലെ തന്നെ തീർച്ചയായും മാഡമിൻ്റെ ഫർദർ മുന്നോട്ടുള്ള സമയത്തിലും ഇതേ ഗ്യാതറിങ് കൂടെ ഉണ്ടാവും എന്നുള്ള വളരെയധികം ഉറപ്പുണ്ട്. പിന്നെ അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ നേരത്തെ നമ്മുടെ ധർമ്മരാജ് സാറ് പറഞ്ഞതുപോലെ അവരുടെ എന്താ പറയുക ഫാമിലി ആസ് വെൽ ആസ് വർക്ക് ലൈഫ് ബാലൻസ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. മാഡം എപ്പോഴും പറയാറുണ്ട്, സൗദിയിൽ നിന്ന് ആൾ വന്നു, US കസിൻസ് വന്നിട്ടുണ്ട്, UK നിന്ന് വന്നിട്ടുണ്ട്. ആരൊക്കെ വരുന്ന സമയത്തും മാഡം ലീവ് എടുത്ത് അവരുടെ കാര്യങ്ങളെല്ലാം ടേക്ക് കെയർ ചെയ്തിട്ടായിരിക്കും ഓഫീസിൽ വരിക. അതേസമയം ഓഫീസിലെ ഒരു കാര്യവും മുടങ്ങുകയില്ല. ആ ഒരു കാര്യം, ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് തീർച്ചയായും മാഡമിനെ ടോട്ടലി സെപ്പറേറ്റഡ് ആക്കി നിർത്തുന്നുണ്ട്. പിന്നെ അടുത്ത് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ മാഡമിൻ്റെ നമ്മുടെ എങ്ങനെയാണ് APEPയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന AP മാത്രമാണ് ISROക്ക് ആക്സെപ്റ്റബിൾ എന്ന നിലയ്ക്ക്, അതേപോലെ തന്നെയാണ് മാഡം ഉണ്ടാക്കുന്ന ഫുഡ് മാത്രമേ മാഡമിൻ്റെ ഫാമിലിക്കും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളൂ. വേറെ ഒരു ആക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ ഇല്ല. ഇറ്റ്സ് ഓൺലി മാഡമിൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ഫുഡ് മാത്രം. എനിവേ, ഓൺ ദിസ് ഒക്കേഷൻ ഐ വിഷ് യു ആൻഡ് യുവർ ഫാമിലി എ വെരി ഹാപ്പി റിട്ടയർഡ് ലൈഫ്. താങ്ക് യു. പതിച്ചുണ്ട്. ഒരു 45 വർഷത്തെ പരിചയവും ആ കുടുംബമായിട്ടുള്ള സ്നേഹബന്ധം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ അപ്പൻ വന്യനായ മുൻ DGP, ഫസ്റ്റ് DGP ഉണ്ടായ അനന്ത ശങ്കരാചാര്യ അദ്ദേഹവുമായിട്ടൊക്കെ സംസാരിക്കാനും ഇടപെടാനും ഒക്കെ ഒരു ഭാഗ്യവും അവസരവും ഒക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഏകപുത്രൻ സുരേഷും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിയും ഇന്നത്തെ നമ്മളുടെ ജുബിലനായ ഹേമലത മാഡമൊക്കെ ആയിട്ട് ഇടപെടാനൊക്കെ സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ തലമുറയിൽ അർജുൻ്റെ പ്രിയരത്നയും ഒക്കെ ആയിട്ട് ഇടപെടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ ഉയർന്ന സ്വപ്നങ്ങൾ കാണുവാനും അതുപോലെ അതിനനുസരിച്ച് കഠിനമായ പ്രയത്നങ്ങൾ നടത്തുവാനും അങ്ങനെ ഉന്നതിയിലേക്ക് നയിക്കുവാനും ഉന്നതിയിലോട്ട് ഇന്ത്യൻ യുവത്വത്തെ തന്നെ നയിക്കുവാനുള്ള ആ ഒരു വലിയ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ISRO പോലുള്ളൊരു മഹത്തായ പ്രസ്ഥാനത്തിൽ ഒരു ഘടകമാകുവാൻ, അതിനകത്ത് പ്രവർത്തിക്കാൻ മിസസ് ഹേമലത മാഡത്തിന്
അവസരം ഉണ്ടായി. അതിനകത്ത് ആ മേഡത്തിനെ അങ്ങേയറ്റം അഭിനന്ദിക്കുകയും എല്ലാവിധ സ്നേഹാശംസകളും നേരുകയാണ്. തുടർന്നുള്ള കാലഘട്ടത്തിൽ മേഡത്തിന് എല്ലാവിധ ആയുരാരോഗ്യങ്ങളും ഈശ്വരൻ നൽകട്ടെ. അത് അവരുടെ കുടുംബത്തിന് മുഴുവൻ എല്ലാവിധ അഭിവൃദ്ധിയും ആയുസ്സും ഉന്നതിയും ഉണ്ടാകട്ടെ എന്നുള്ള ആശംസയും നൽകുകയാണ്. എൻ്റെ കുടുംബത്തിനെ പ്രതിനിധിച്ച് ഞാൻ ഒരു ചെറിയ ഉപഹാരം മേഡത്തിനായി കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്, ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. ഞങ്ങളൊരു ചെറിയ ഉപഹാരം മേടിക്കുവാനായി ബഹുമാനപ്പെട്ട ഹേമലതനാളും സന്മനസ് കാണിക്കണമെന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് എല്ലാവർക്കും നന്ദി പറയുന്നു. പറഞ്ഞു. ഹേമലത മാഡത്തിന്റെ റിട്ടയർമെന്റ് പാർട്ടിയാണ്. ഇവിടെ സംസാരിക്കുന്നത് ആരും ശ്രദ്ധിക്കണില്ല. എല്ലാവരും അവിടെ വർത്താനം പറയുന്ന കാരണം അത് ആരും തന്നെ ശ്രദ്ധിക്കണില്ല. ഹേമലത മാഡത്തെ കുറിച്ച് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതൊരു ഓഫീസ് എടുത്തു കഴിഞ്ഞാൽ, ഏതൊരു സ്ഥാപനം എടുത്തു കഴിഞ്ഞാലും അവരുടെ ഔദ്യോഗിക ജീവിതം കഴിഞ്ഞ് റിട്ടയർ ചെയ്യുന്ന സമയത്ത് ആ സ്ഥാപനത്തിൽ ചില പ്രത്യേക അടയാളപ്പെടുത്തലുകൾ ചെയ്തിട്ട് ചില ആളുകൾ പോകും. അതിൽ തീർച്ചയായിട്ടും അഭിമാനത്തോടെയും വളരെ അന്തസ്സോടെയും പറയാൻ പറ്റും, അതിലൊരാളാണ് ഹേമലത മാഡം. കാരണം ഞാൻ APP-യിൽ വന്നതിന് ശേഷം ഹേമലത മാഡം അവിടെ ഉണ്ട്. അവിടെ ലേഡീസിന്റെ ഒരു കോറ ഉണ്ടാക്കിയത് ഹേമലത മാഡ. ലേഡീസിന്റെ എന്റർടൈൻമെന്റുകൾ, അതായത് ഇവര് ടൂറ് പോകും, അതെല്ലാം ലീഡ് ചെയ്ത ആൾ ഹേമലത മാഡ. ഇടയ്ക്ക് 1 ഡേ ടൂറ്, ബോട്ടിംഗ് ആയി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളായി, അങ്ങനെ ശരിക്കും തൻ്റെതായ ഒരു അടയാളം തൻ്റെ ഓഫീസിൽ അടയാളപ്പെടുത്തിക്കൊണ്ട് പ്രത്യേക അടയാളപ്പെടുത്തൽ നടത്തിയിട്ട് പോകുന്ന ഒരാളാണ് ഹേമലത മാഡം. ഇപ്പൊ സർവീസിലുള്ള ആര് റിട്ടയർ ചെയ്യുന്നവരെയും ഹേമലത മാഡത്തെ മറക്കാനിടയില്ല. എല്ലാവരുമായിട്ട് നല്ല സൗഹൃദപരമായിട്ട്, ആരോടും ദേഷ്യമില്ലാതെ, അതായത് നമ്മുടെ ഔദ്യോഗിക ജീവിതം എന്ന് പറയുന്നത് കേവലം നമ്മുടെ തൊഴിൽ മാത്രമല്ല, അതൊരു സാമൂഹിക സേവനമാണ്, രാജ്യത്തോടും ജനങ്ങളോടും ചെയ്യുന്ന ഒരു സേവനമാണ് എന്നുള്ള രീതിയിൽ സർവീസ് ചെയ്തിട്ട് ആ സർവീസ് വളരെ ഭംഗിയായിട്ട് പൂർത്തിയാക്കി ഹേമലത മാഡം പോവുകയാണ്. ഞങ്ങൾക്ക് ഞാൻ പെൻഷനറാണ്. ISRO പെൻഷനേഴ്സ് അസോസിയേഷൻ ഉണ്ട്. കഴിഞ്ഞ വർഷം അതിന്റെ മീറ്റിംഗ് നടത്തുമ്പോൾ മാഡം വന്നിട്ട് പറഞ്ഞു ഞാനും നിങ്ങളുടെ കൂടെ ചേരാനുള്ളതെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും മാഡം ഈ മാസം റിട്ടയർ ചെയ്യുമ്പോൾ ISRO പെൻഷൻ അസോസിയേഷന്റെ മെമ്പർഷിപ്പ് എടുക്കണം. നമ്മുടെ അസോസിയേഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് 14,000-ഓളം അംഗങ്ങളുള്ള ഒരു സംഘടനയാണ്. അതുകൂടാതെ നമ്മുടെ അഖിലേന്ത്യാ സംഘടനയുണ്ട്, അതിൽ ഏകദേശം 7,000-ഓളം അംഗങ്ങളുള്ള സംഘടനയാണ്. റിട്ടയർ ചെയ്ത അങ്ങ് ടോപ്പിൽ മുതൽ താഴെ വരെയുള്ള എല്ലാ ആളുകളും കാറ്റഗറി ഭേദമന്യേ, ജാതിമത ഭേദമന്യേ എല്ലാം ഒന്നിച്ച് പോകുന്ന ഒറ്റ സംഘടന ISRO പെൻഷനേഴ്സിന്റെ ഉള്ളൂ. തീർച്ചയായിട്ടും മെമ്പർഷിപ്പ് എടുക്കണം. ഹേമലത മേഡത്തിന്റെ അതായത് റിട്ടയർമെന്റ് ലൈഫ് എന്ന് പറയുമ്പം, ഞാൻ റിട്ടയർ ചെയ്തതിനു ശേഷം ബാല്യകാലത്തെക്കാളും കൂടുതൽ എൻജോയ്മെന്റ് ഉള്ള റിട്ടയർമെന്റ് ലൈഫിലാണ്. നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് പൈസയുണ്ട്, നമുക്ക് സമയമുണ്ട്, നമുക്ക് എക്സസൈസ് ചെയ്യണവർക്ക് എക്സസൈസ് ചെയ്യാൻ ഇഷ്ടംപോലെ സമയമുണ്ട്, പുസ്തകം വായിക്കണവർക്ക് പുസ്തകം വായിക്കാൻ സമയമുണ്ട്, യാത്ര ചെയ്യണവർക്ക് യാത്ര ചെയ്യാൻ സമയമുണ്ട്. അത്തരത്തിൽ നല്ലൊരു ജീവിതം, ഒരു റിട്ടയർമെന്റ് ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സെക്കൻഡ് ലൈഫാണ്. അത് മാക്സിമം എൻജോയ് ചെയ്ത് വളരെ ആരോഗ്യത്തോടു കൂടിയും സന്തോഷത്തോടെയും ദീർഘകാലം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എനിക്കറിയാം ഈ ഇവിടെ പറയണത് ഒരു മനുഷ്യനും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത്, എന്നാലും എന്നെ വിളിച്ച സ്ഥിതിക്ക് 2 വാക്ക് പറയാണ്. ഹേമലത വന്നതുകൊണ്ട് ഏറ്റവും ഗുണം കിട്ടിയ ഒരാളാണ് ഞാൻ. കാരണം ഈ പ്ലാന്റിലെ എല്ലാ കാര്യവും നോക്കാനായിട്ടാകെ ഞങ്ങൾ പൂർണ്ണചന്ദ്രറാവു, അപ്രയും ഞാൻ ഇത്രയൊക്കെ ഉണ്ടായുള്ളൂ. അപ്പോൾ ഈ ലാബിൻ്റെ ഫുൾ ചാർജ് എനിക്കായിരുന്നു. എന്നും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ഈ റിസൾട്ടിൻ്റെ കാര്യത്തിൽ VSSC-യിലും സ്റ്റാറിലും ABP-യിലും ഉള്ള ഇത് തമ്മിൽ ഭയങ്കര സം കോൺട്രവേഴ്സി. അപ്പോൾ എന്നും പ്രശ്നമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലൈക്ക് ഗോഡ്സൺ ഈ മാഡത്തിന് ഇങ്ങോട്ട് വരാൻ തോന്നിയത്. അതോടുകൂടി എൻ്റെ പകുതി തലവേദന പോയി കിട്ടി. നമുക്ക് പ്രോസസ്സിൻ്റെ ഒക്കെ പ്രശ്നങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ എനിക്ക് ഏറ്റവും സഹായകരമായ ഒരു വരവായിരുന്നു മാഡത്തിൻ്റെ. പിന്നെ വന്നപ്പോൾ ഷി വാസ് എ വെരി വെരി ബ്രൈറ്റ് ലേഡി. എല്ലാ കാര്യങ്ങളെ കുറിച്ച് നല്ല അറിവുള്ള ആള്. എനിവേ യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡറാണ് MSc-ക്ക്. അപ്പം പിന്നെ അങ്ങനെ വരുള്ളൂ. ഏതായാലും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഹേമലത റിട്ടയറായി എന്ന്.
ഞങ്ങളുടെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്റ്റാഫുകളിൽ ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഫലത്തില് പഴയ തലമുറയിലെ ലാസ്റ്റ് ആളായിരുന്നു. ഇപ്പൊ ഇനി ആരുമില്ല പഴയ ആൾക്കാർ, എല്ലാം പുതിയ ആൾക്കാരായി. ഓഫ് കോഴ്സ് അങ്ങനെയാണല്ലോ വേണ്ടത്. പുതിയ ആൾക്കാരെ പണ്ടത്തേക്കാൾ കൂടുതൽ എഫിഷ്യൻ്റായിട്ട് പ്ലാന്റ് കൊണ്ട് നടക്കുമെന്ന് എനിക്കറിയാം. ഹേമലത മാഡത്തിന് ഇപ്പം ഞങ്ങൾക്ക് കൂട്ടത്തിൽ ഒരാളെ കൂടി കിട്ടി. പെൻഷനർമാരുടെ ഗ്രൂപ്പിലേക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നമസ്കാരം. എ വോം ഗുഡ് ഈവനിങ് ടു ഓൾ. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. എനിക്ക് തോന്നുന്നൊരു പുതിയ ജനറേഷൻ ഒരാൾ സംസാരിക്കാൻ തോന്നി, അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പുതിയ ജനറേഷൻ അല്ല, 40-40 വയസ്സായി. അപ്പോ ഹേമലത മാഡം അല്ലേ? ഹേമലത മാഡം എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ നമ്മളെല്ലാം ISRനെ കുറിച്ച് സംസാരിച്ചു, നമ്മുടെ വർക്കിനെ കുറിച്ച് സംസാരിച്ചു. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമുക്കൊരു ഓഫീസിലൊരു ഫാമിലി മെമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി മാറ്റേഴ്സ് സംസാരിക്കാൻ ഒരാള്. അപ്പൊ അതൊരു മാഡമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസിൽ ഒരു അമ്മ എന്ന് പറയാം, ഒരു മദർ. അപ്പൊ ഹേമലത മാഡം ശരിക്കും ഞങ്ങളുടെ ഓഫീസിലൊരു മദറാണ്, അമ്മ. അപ്പൊ നമ്മുടെ അമ്മയോട് നമുക്ക് പലതും പറയാം. ശരിക്കും ഞങ്ങളുടെ ഓഫീസിൽ ഞങ്ങൾ പല സെൻഡ് ഓഫ് കഴിഞ്ഞ് നമ്മൾ പലതും പറഞ്ഞു, വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. പക്ഷെ ഈ ഓഡിയൻസ് സെപ്പറേറ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞങ്ങളുടെ അമ്മയോട് ഞങ്ങൾ പരാതി പറയാറുണ്ട്, കുറ്റങ്ങൾ പറയാറുണ്ട്, പ്രശ്നങ്ങൾ പറയാറുണ്ട്. അപ്പൊ ആ സോൾവ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ഹേമലത മാഡം. ഹേമലത മാഡം ശരിക്കും ഈ അടുത്ത കാലത്താണ് എൻ്റെ ഒരു ബോസായിട്ട് വന്നത്. പക്ഷേ ഞാൻ ജോയിൻ ചെയ്തത് 17 years ആയി. അന്ന് മുതലേ ഞങ്ങളുടെ ഓഫീസിലെ നമ്മുടെ ഓരോ കാര്യങ്ങളും, നമ്മുടെ വിശേഷങ്ങളും, നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും അന്വേഷിക്കുന്ന ഒരു മാഡമാണ്. അത് മാത്രമല്ല, ഇപ്പൊ എൻ്റെ വീട് ഇവിടുന്ന് ഒരു 100 കിലോമീറ്റർ അപ്പുറത്ത് ഷൊർണൂരാണ്. അവിടെ മാഡം എന്ത് ആവശ്യത്തിന് മാഡം അവിടെ എത്തിയിട്ടുണ്ട്. മാഡത്തിന്റെ വീട്ടിലെ കാര്യങ്ങളും ഓഫീസിലെ കാലം മാനേജ് ചെയ്തുകൊണ്ട് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾക്ക്, എൻ്റെ കല്യാണമായാലും എൻ്റെ അച്ഛൻ മരണപ്പെട്ടപ്പോഴും മാഡം അവിടെ എത്തിയിട്ടുണ്ട്. അതൊരു വലിയൊരു കാര്യമാണ്. കാരണം മാഡത്തിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് മാഡം എത്തി എന്ന് പറയുമ്പോൾ തന്നെ മാഡം ഞങ്ങളോടുള്ള അഫെക്ഷൻ. പിന്നെ ഏറ്റവും വലിയ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ APP നമ്മൾ താഴേന്നോ മുകളിലൊന്നും പറയുന്നില്ല, നമ്മൾ ഹൗസ് കീപ്പിംഗ് ആൾക്കാരുണ്ടാവും, അതുപോലെ തന്നെ അവിടെ സെക്യൂരിറ്റി ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു വർക്ക് ചെയ്ത് മുതൽ ജനറൽ മാനേജർ വരെയാണ് നമ്മുടെ ഏറ്റവും വലിയ പോസ്റ്റ്. അപ്പൊ ഈ ചെറിയ പോസ്റ്റിലെ ആൾക്കാർ മുതൽ വലിയ പോസ്റ്റിലെ ആൾക്കാരെ വരെ എല്ലാവരോടും ഒരേ രീതിയിൽ പെരുമാറിയ ഒരു മാഡം ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാഡമാണ്. അതിന് യാതൊരു സംശയമില്ല. ഹെഡ് വെയിറ്റ് പറഞ്ഞ സാധനം എന്താന്ന് പോലും അറിയാത്ത ഒരാളാണോ എന്നൊരു സംശയം എനിക്ക്. ഒരു കാര്യം ഇതുവരെ ചൂടാവാത്ത ഒരാള്, ദേഷ്യപ്പെടാത്ത ആള്. അപ്പൊ ഞാൻ വിചാരിക്കും, എന്ത് ഡീജമാ അത്? ഒന്ന് ദേഷ്യപ്പെടണ്ടേ, ഒന്ന് ചൂടാവണ്ടേ? ഇതുവരെ ഒരാളോട് ചൂടാവാത്ത, ദേഷ്യപ്പെടാത്ത, നമ്മളൊക്കെ നമ്മുടെ ഭാഷയിൽ ഒരാൾക്ക് പണി കൊടുക്കാത്ത ഒരാള്, അത് ഹേമലത മാഡമാണ്. അതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് എന്തായി, ഇന്നത്തെ നമ്മൾ ഈ ഒരു ഗ്യാതറിംഗ് കണ്ടറിയാം, മാഡം ചുരുക്കിയ ആൾക്കാർ വിളിച്ചോളൂ. ഉള്ള ആൾക്കാർ ഇപ്പൊ തൃശ്ശൂരായാലും മറ്റേ ദൂരത്ത് മൂവാറ്റുപുഴയിൽ നിന്ന് എല്ലാ ഭാഗത്തും ആൾക്കാരാണ്. കാരണം വിളിച്ച ആരൊക്കെയുണ്ടോ അവർക്ക് മാക്സിമം 90% എത്തിയിട്ടുണ്ട്. കാരണം മാഡം വിളിച്ച ആൾക്കാർ വരും, അതിന് യാതൊരു സംശയമില്ല. അത് മാഡത്തിനോടുള്ള ഒരു ഇപ്പൊ എന്തോ മാഡം എല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞത്. അത് മാഡത്തിനോടുള്ള എഫെക്ഷനാണ്. അത് മാഡം അത് നമുക്ക് തന്ന ആ ഒരു എഫെക്ഷനാണ് തിരിച്ച് നമ്മൾ കൊടുക്കേണ്ട ഒരു നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. എന്തായാലും ഞാൻ കൂടുതൽ എന്താ പറയാ, ഒന്നാമത്തെ മലയാളത്തിന് ചില പ്രശ്നങ്ങൾ എനിക്കുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ മാഡം ഒരു റോൾ മോഡലാണ്. എനിക്ക് തോന്നുന്നത് അടുത്ത ജനറേഷൻ എല്ലാവരും ആസ് എ മാനേജർ, ആസ് എ ഹെഡ്, ആൾക്കാരെ എങ്ങനെ ഡീൽ ചെയ്യുന്നു, എങ്ങനെ അവരെ കാര്യങ്ങൾ പരിഹരിക്കുന്നു, എങ്ങനെ ഓരോ ആൾക്കാരോട് അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ എന്തെങ്കിലും അവർക്ക് സോൾവ് ചെയ്യാണ്ട് അത് സോൾവ് ചെയ്ത് കൊടുക്കുന്നു, അതൊരു പെർഫെക്റ്റ് റോൾ മോഡലാണ്. അപ്പോൾ അതുകൊണ്ട് ഫ്രം ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഐ വിഷ് യു ഹാപ്പി ആൻഡ് ഹെൽത്തി റിട്ടയർമെന്റ് ലൈഫ്. താങ്ക് യു മാഡം. എനിക്ക് പറഞ്ഞു തുടങ്ങണമെന്നറിയില്ല. ഇവിടെയുള്ള എൻ്റെ എല്ലാ സീനിയേഴ്സ്, ഇപ്പോൾ എൻ്റെ കൂടെയുള്ള കൊളീഗ്സ്, എൻ്റെ റിട്ടയർഡ് കൊളീഗ്സ്, എൻ്റെ ഫാമിലി
എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ വളരെ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ വളരെ വൈകാരികമായിട്ട് ഞാനിങ്ങനെ എൻ്റെ കഴിഞ്ഞ കുറേ വർഷങ്ങൾ, ഏതാണ്ട് 38 വർഷം ഞാൻ ISROയിൽ ജോലി ചെയ്തു. ഞാനിങ്ങനെ റിഫ്ലക്ട് ബാക്ക്, ഐ വാസ് തിങ്കിങ് എത്ര പേരിൽ കൂടെയാണ് ഞാൻ കടന്നു പോയതെന്ന്. ഒരുപാട് ആൾക്കാർ, ഒരുപാട് ബന്ധങ്ങൾ, റിലേഷൻഷിപ്പ്, ഒരുപാട് DD-മാർ തൊട്ട് തുടങ്ങിയ 5-6 DD-മാരും മാനേജേഴ്സും എല്ലാവരും. 22 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ജോയിൻ ചെയ്തതാണ് ISROയിൽ. എൻ്റെ ജീവിതത്തിലെ എല്ലാ മൈൽ സ്റ്റോണും ISROയും കൂടെ ഉൾക്കൊണ്ടുകൊണ്ടാണുള്ളത്. റൈറ്റ് ഫ്രം മൈ മാരേജ്. അന്ന് ഞാൻ മഹേന്ദ്രഗിരിയിലായിരുന്നു. അന്നൊരു വർക്കിംഗ് ഡേ ആയിട്ട് ഒരുപാട് പേരെൻ്റെ കല്യാണം അറ്റൻഡ് ചെയ്തു. ഇന്നും അതെനിക്ക് വളരെ അടുത്ത് സംഭവിച്ച പോലെ തോന്നുന്നു. അതിന് എൻ്റെ മോൻ്റെ ജനനം, അവൻ്റെ ബർത്ത്ഡേ, വീട് പാലുകാച്ച്, എല്ലാ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ നടന്നത് എല്ലാം ISROയുടെ ആൾക്കാരുടെയും കൂടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ട് എൻ്റെ മോൻ്റെ വിവാഹം കഴിഞ്ഞത്. എനിക്ക് ഒരുപാട് സ്നേഹം. എന്തായത് ഞാനിത് 38 വർഷം പൂർത്തിയായിരിക്കുന്നു എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ സ്നേഹവും ഒരുപാട് വെൽവിഷസും കഴിഞ്ഞിട്ടാണ്. ടെക്നിക്കലായിട്ട് നമ്മൾ ചെയ്യുന്നത് അതാത് വർക്കിൻ്റെ സമയത്ത് നമ്മൾ ഓരോന്ന് ചെയ്യും. പക്ഷെ നമുക്ക് ഏറ്റവും എവർ ലാസ്റ്റിംഗ് ആയിട്ടുള്ളത്, എന്നും നമ്മൾ ഓർമ്മകളിൽ കൊണ്ട് നടക്കുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന റിലേഷൻഷിപ്പാണ്. ഇന്ന് ഒരുപാട് പേര് ട്രിവാൻഡ്രത്തു നിന്ന് വന്നിട്ടുണ്ട്. ഒരുപാട് പേര് വന്ന് പോയി, കാറ് എടുത്തു വരെ വന്ന് പോയിട്ടുണ്ട്. അതായത് ഇവരെല്ലാവരും ആ ഒരു ഇതാണ് എന്നെയാക്കി നിർത്തിയിരിക്കുന്നത്. എന്നെ ഷേപ്പ് ചെയ്തത്, എൻ്റെ പേഴ്സണാലിറ്റി എന്തെങ്കിലും നിങ്ങളുടെ ഗുണങ്ങൾ പറഞ്ഞത്, എന്നെ വളർത്തിയവര്, എൻ്റെ കൂടെ നടന്നവര് നിങ്ങൾ ഓരോരുത്തരുമാണ്. ഇനി ഞാൻ ഒരു ഒഫീഷ്യലായിട്ട് ഞാൻ റിട്ടയർ ചെയ്യുവാണെങ്കിലും ഇമോഷണലി ഐ വിൽ ബി കണക്റ്റഡ് ടു ദിസ് ഓർഗനൈസേഷൻ. അത്ര എൻ്റെ ഒരു ഡെസ്റ്റിനി മാത്രം കൊണ്ടാണ് ഞാൻ ഈ ISRO എന്നുള്ളൊരു ഓർഗനൈസേഷനിൽ നിൽക്കുന്നത്. ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷന് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചുമ്മാ നമ്മുടെ ഒരു കരിയർ മാത്രമല്ല, ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. നേഷൻ്റെ ഉള്ള സൊസൈറ്റിയോടുള്ള റെസ്പോൺസിബിലിറ്റി. അതിലൊരു ചെറിയ കണ്ണിയാകാൻ പറ്റിയതിൽ ഞാൻ ദൈവത്തിനോടും ഇവിടെ എൻ്റെ മാതാപിതാക്കളോട്, എൻ്റെ എല്ലാ വെൽവിഷേഴ്സിനോടും ഒരുപാട് അകമഴിഞ്ഞ നന്ദിയുണ്ട്. ഇവിടെയുള്ള ഓരോരുത്തർക്കും എല്ലാം നല്ലത് വരട്ടെ. ഓർഗനൈസേഷൻ ഒരുപാട് മോളിൽ പോട്ടെ. APP എന്ന് പല പ്രോഡക്റ്റ് പോട്ടെ, AP ഒഴിച്ച് പല പ്രോഡക്റ്റുകൾ പോട്ടെ. അതോടുകൂടി നമ്മുടെ രാജ്യവും ഏറ്റവും ഉന്നതിയിലോട്ട് പോകട്ടെ. നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഫാമിലിയിലും എല്ലാ നന്മകളും വരട്ടെ എന്ന് എൻ്റെ ഹൃദയം നിറഞ്ഞ് ഞാൻ ആശംസിക്കുകയാണ്. ഇത്രയും പേര് ഇവിടെ വന്ന് ഒരുപാട് പേര് പോയി. അത് എൻ്റെ ഓർമ്മകളിൽ എന്നും ഉണ്ടാവും. താങ്ക് യു വെരി മച്ച്. സമയം ദീർഘിപ്പിക്കുന്നില്ല, ഫുഡിൻ്റെ സമയമായി. താങ്ക് യു സോ മച്ച്. തന്നിരിക്കും തായ്മാர்களே, അൻപാർന്ന സഹോദരങ്ങളെ, I was excited listening to Tamil Nadu Chief Minister's breathtaking oath-taking ceremony. അപ്പോൾ അത് കാരണം തമിഴ് സംസാരിക്കാതെ വെച്ചിട്ടാണ് ആദ്യം ഉദ്ദേശിച്ചത്. പക്ഷേ അത് ചെയ്യുന്നില്ല, അങ്ങനെ ഒരു കടങ്കൈ ചെയ്യുന്നില്ല. എൻ്റെ പേര് ധർമ്മരാജാണ്. ഐ നോ ഇറ്റ്സ് തമിഴ് നെയിം, തമിഴ് സൗണ്ടിങ് നെയിം. പക്ഷെ ഞാൻ മലയാളിയാണ്. മോഹൻലാൽ പറഞ്ഞവർ മലയാളിയാണ്, പക്ഷെ മലയാളിയല്ല. ഇത് തമിഴ് പേരിൻ്റെ കാര്യം പറയുമ്പോഴാണ് എനിക്ക് പണ്ടത്തെ ഒരു സിനിമയിൽ തിലകൻ തമിഴ്നാട്ടിൽ നിന്ന് ഒരു സ്റ്റേഷൻ മാസ്റ്ററായിട്ട് റിട്ടയർ ചെയ്ത് പാലക്കാട് വന്നിട്ട് അവരുടെ റിട്ടയർമെൻറ്റ് ഗ്രൂപ്പ് ഫോട്ടോ KPSCയിൽ എഴുതിയാണെന്ന് തോന്നുന്നു വൈഫ്. അവർക്ക് ഇത് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരുടെ പേരൊക്കെ പറഞ്ഞു. ഇത് പളനിച്ചാമി, എൻ്റെ അസിസ്റ്റൻറ്റ് സ്റ്റേഷൻ മാസ്റ്റർ. ഇത് മുത്തുച്ചാമി, ഞങ്ങളുടെ അക്കൗണ്ടൻറ്റ്. ഇത് ദൊരച്ചാമി, ഞങ്ങളുടെ ഗാർഡ്. അപ്പോൾ KPSC അവിടെ നിങ്ങളുടെ കൂടെ പണിയെടുത്തവർക്ക് ആർക്കും നല്ല പേരുള്ളവരാരും ഇല്ലേ അവിടെ? തമിഴ് ആരെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കരുത്, ഇതൊരു മൂവി ഹ്യൂമറായിട്ട് എടുത്താൽ മതി. I stand here representing Lada's family. I am her cousin from her mother's side. Equally a very close friend of her husband, Suresh Nath. I'm extremely happy to be here on this social farewell organized by her husband Suresh and their children Arjun and Vishnupriya. I'm making a distinction between a social farewell and an official farewell.
because, I was just reading a joke the other day which said that all organizations realize how valuable the employee is on the night of their retirement dinner. And then somebody who had left an organization after working for 20 years, he was actually east of his position, and when he was walking down the stairs of his office, he was telling his colleagues, saying, in a side room they were interviewing a candidate to replace this person who's done 20 years. So this guy was saying that these idiots, they think in 20 minutes they will know more about him than what they knew about me in 20 years. So much for official farewells, and hence my attachment to the social farewell. To go beyond, I tend to call her Lata. I know officially she is Hemalata, but for us she is Lata. To tend to go behind her official career, she did her early undergraduate studies in chemistry in Alapura, and then topped it up with the MSc in chemistry from Women's College, Trivandrum. Her educational mentor was her parental grandfather, Professor Ramasamy Iyer, who was head of Department of Physics in University College, Trivandrum. Hemalata was a rank holder in her MSc. Her academic excellence, in fact, was a role model for her other three sisters. One a doctor, one a engineer turned Air Force pilot, and another a software engineer. And their education was carefully planned and intensely nurtured by their father, Sri Gopalakrishnan, who himself was a retired research officer in the Coir Board of India. Lata started her ISRO career in Nagarcoil. The rest, as they say, is history. I know her colleagues will have much to talk about her career and her achievements in her job. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ വളർന്നു വരുമ്പോൾ ഇത് ISROക്കാർ തെറ്റിദ്ധരിക്കരുത്, ഇതും ഞാൻ ഈ ഫലിതം പറയാൻ ശ്രമിക്കുന്ന വ്യക്തിയായതുകൊണ്ടാണ് പറയുന്നത്. പണ്ടൊക്കെ നമ്മൾ ഇത് കഥ കേൾക്കും, അതായത് ഭാര്യയും ഭർത്താവും രാത്രി കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് എന്തോ പറമ്പിൽ ശബ്ദം കേൾക്കും. അപ്പോൾ ഭാര്യ രോധ അവിടെ നമ്മൾ കള്ളം കയറിയിട്ട് തേങ്ങയൊക്കെ എടുത്തിട്ട് വേണ്ടി പറയാ തേങ്ങ അത് കള്ളം കയറിയൊന്നല്ല, ഞാനൊന്ന് അവിടുന്ന് രാവിലെ വിട്ട റോക്കറ്റാണ്, എൻ്റെ ട്രജക്ടറി തെറ്റിയിട്ട് നമ്മുടെ പറമ്പിൽ തന്നെ വന്ന്. പിന്നെ ഒരു കോമഡി സീനിൽ കണ്ടത്, അപ്പൊ ഈ കൗണ്ട് ഡൗൺ തുടങ്ങും, 10, 9, 8, നാശം, ഈ തീപ്പെട്ടി കത്തുന്നുമില്ല, മതനേരെ വേറെ തീപ്പെട്ടി എടുത്ത്. These are of course from a lighter vein. We all know how ISRO now stands at the cutting edge of aerospace technology in the world, in leadership positions, be it SpaceX, be it Gaganyaan, be it Nisar launch, be it Aditya L1, and be it the latest, what I read in today's newspaper, the Goddard Astronomic Award for Aeronautical Excellence. To be part of such an illustrious organization is in itself a privilege, I know, and within that to rise to senior positions with a long career stream is extremely a laudable achievement on the part of Hemalata. And I know this is something she quite readily wants to share with her colleagues. To do the double role of an office maker and a homemaker is a huge task. I know different women react differently. I've heard some women, when you give them this positive comment to them, they also tend to say, they feel that they don't really want all this thing because they feel it is part of their job. അങ്ങനത്തെ കമൻ്റ് ഒന്ന് ഞങ്ങളുടെ അടുത്ത് കൊണ്ടാട്ടോ ഉള്ള ഒരു രീതിയിൽ സംസാരിക്കും. ഞാൻ വയനാട്ടിൽ I work for the Government of Kerala led a project for the upliftment of small and marginal coffee farmers. അപ്പോൾ അവരുടെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they are forced to part with their produce at
ലോ വാല്യൂ ബിക്കോസ് ഓഫ് ഫൈനാൻഷ്യൽ റിസ്ട്രെയിൻസ്. അപ്പോൾ ഞാൻ എൻ്റെ പ്രസംഗത്തിലൊക്കെ പറയാറുണ്ട്, അതായത് അവരിങ്ങനെ പെട്ടെന്ന് കാപ്പി കൊടുക്കാൻ നിർബന്ധിതരാകുന്നത് ഒന്നുകിലൊന്ന് മകളെ കല്യാണം കഴിക്കാനുള്ള ഒരു ചിലവ് വരും, അല്ലെങ്കിൽ മകനെ പഠിപ്പിക്കാനുള്ള. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ലേഡി, ഒരു സയൻറ്റിസ്റ്റാണ്, അവർ പറഞ്ഞു, സാറെന്ന് എങ്ങനെ പറയുന്നു, എന്താ പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചു കൊടുക്കലും മകനെ പഠിപ്പിക്കലും അല്ലേ, ഇതൊന്ന് മാറ്റി പറഞ്ഞിട്ട് ആണുങ്ങളെ കല്യാണം കഴിച്ചു കൊടുക്കലും പെൺകുട്ടികളെ പഠിപ്പിക്കലും എന്നുള്ള രീതിയിലേക്കല്ലേ നമ്മൾ എത്തിയിരിക്കുന്നു എന്ന് പറയുന്നത്. സോ ജെൻഡർ ഈക്വാലിറ്റി is something here to stay, and I'm mentioning things in particular in the light of the huge achievement that Hemalata has achieved in this illustrious organization. Be it a housewife and yet an udyogastha is a huge load, and to excel in both is indeed a great testimony to Lada's character disguised under her low-profile personality. She has managed to remain focused both at home and at work. She has managed to cut the noise, to borrow a word from her sister Chitra, and remain balanced without getting provoked, and had provided strong shoulders for all other members of her family. Two outstanding individuals who have impacted great values of fortitude, hard work, grace and composure in Hemalata's life are her mother, Sarala, my chitti, and Nirmala Mami, Lada's mother-in-law, both of whose love and care I have had the good fortune of partaking. And Lada, of course, repaid her care and mentoring that she received from these two great individuals by taking very good care of them throughout her lifetime. Lada deserves a Nobel Prize for Peace for putting up with Suresh for 36 years. No, jokes apart, having been a very close friend of Suresh, and I have known him at very close levels, behind the facade of a disciplinarian husband and parent, I know how much assiduously he has taken particular care to nurture Hemalata's career, with also the support and guidance from his father, late Sri Ananda Sankara Iyer, the former DGP of Kerala. Since this is not Suresh's farewell, I will not talk much about him. It occurred to me that self-employed people never get a formal farewell, which is a little unfortunate. But we won't spare you, Suresh. The day you hang up your boots, we are obliged to give you a farewell. Lada deserves a well-merited retirement from work. I suspect her role at home will intensify because that's part of her personality, like her mother. I wish her Godspeed and happy times in her life version 2.0, along with her loving husband Suresh, my friend, and their children Arjun and Vishnupriya. Thank you all for being here, and thank you for this opportunity to say a few words on this occasion. Thank you very much. Thanks a lot, Raju. And if anyone still feels inspired to share a few words, share a few memories, കുറച്ച് internal jokes, എന്തെങ്കിലും ഉണ്ടെങ്കിൽ stage is open. I'll വരാം. But dinner is being served. Thank you.